ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നോൺ വെജിറ്റേറിയൻ ഡിഷിനേക്കാളും കൂടുതൽ രുചിയുള്ള ഒരു മഷ്റൂം മോളിയാണ്. വളരെ എളുപ്പത്തിലുണ്ടാക്കാം. ഫിഷ് മോളിയുടെ അതേ രുചി നമുക്ക് ഏകദേശം കിട്ടുന്നതാണ്. ഇതിനായി ഒരു 1/2 കിലോ മഷ്റൂം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിരുമ്മി മാറ്റി വയ്ക്കുക. മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് 1 മിനിറ്റ് ഇളക്കി മൊരിക്കുക. അതിനുശേഷം ഈ കൂട്ടിലേക്ക് സബോള, ഒരു 7 സബോള ചെറുതായിട്ട് അരിഞ്ഞതും 6 ഗ്രീൻ ചില്ലിയും പച്ചമുളക് എരിവനുസരിച്ച് ഇട്ട് നമുക്ക് നന്നായി ഇളക്കി നല്ല വൈറ്റ് ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ ഇളക്കുക. ഇതിലേക്ക് വേറെ മുളക് പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 6-7 പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി ഒരു 2-3 മിനിറ്റ് വേണം നന്നായിട്ട് ട്രാൻസ്പെറൻ്റായി കിട്ടാൻ. ഇപ്പോൾ ഏകദേശം ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടോളൂ. ഇളക്കി ഈ ഗ്രേവിയെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് മഷ്റൂം, എണ്ണയില്ലെങ്കിൽ സ്വല്പം ഓയിൽ ഒഴിക്കണം. മഷ്റൂം പറക്കി വെച്ച് 2 സൈഡും മാറി മാറി സെമി ഫ്രൈ ആക്കി എടുക്കണം. മഷ്റൂം അധികം വേവില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചാൽ ഒരു സൈഡ് വെന്ത് കിട്ടും. അത് കഴിയുമ്പോൾ മറിച്ച് വെച്ച് അടുത്ത സൈഡ് വേവിക്കും. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. തിരിച്ച് മറിച്ച് വയ്ക്കുകയാണ്. അടച്ച് വെച്ച് ഒന്നും കൂടി 2-3 മിനിറ്റ് വേവിച്ചാൽ മഷ്റൂം ഫ്രൈ ആയി വെന്ത് കിട്ടും. ഇനി ഈ കൂട്ടിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള ഒരു തേങ്ങ, ഒരു ചെറുതാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1.5 മതി. അതിൻ്റെ 2-ാം പാൽ ഗ്രേവിക്ക് അനുസരിച്ച് 2-ാം പാൽ ഒഴിച്ച് 1 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ ഉപയോഗിക്കാം. ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്ക് ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് 2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 10 കാഷ്യൂ പേസ്റ്റാക്കി എടുത്ത് ഈ കൂട്ടിലേക്ക് നമുക്ക് ടോപ്പിംഗ് നടത്താൻ വേണ്ടി വേണം. കൂടെ തന്നെ 2 തക്കാളിയും അരിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തി, നാൻ, അപ്പം ഇതിലേക്ക് കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മഷ്റൂം മോളി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.